ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് 2-3 വെള്ളം കഴുകിയെടുത്ത ശേഷം നമുക്കിത് ആ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട സവാളയും തക്കാളിയൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം അളവിൽ സവാള എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് പച്ചമുളക് കീറിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് മുറിച്ച് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നീട് കുറച്ച് കറി മസാല ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറി മസാല എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു, ഏലക്ക, കറിവേപ്പട്ട. ഗ്രാമ്പു 4 എണ്ണം, കറിവേപ്പട്ട 2-3 പീസ്, അതേപോലെ തന്നെ ഏലക്കായും ഒരു 4 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ചതച്ചാണ് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കറി മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ പച്ചമുളകും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കുന്നതുകൊണ്ട് ഈ ചിക്കൻ കറിക്ക് ഒരു പുളിയും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. തീ കൂട്ടി വെച്ച് നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കറിപ്പൊടികൾ ചേർക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കണം. തീ ഒട്ടും കൂടിപ്പോകാൻ പാടില്ല, കാരണം പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ഈ പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ അളവിലും, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ അളവിലും, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അളവിലും, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ അളവിലുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കറിപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ അരപ്പ് ഈ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവുമ്പോൾ വെള്ളം ഊറി വരുന്നതാണ്, അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാക്കി 1 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വീണ്ടും 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതായത് വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്തിട്ട് പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് ചാറൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തനി നാടൻ ചിക്കൻ കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.